വിളിച്ചാ മാത്രമേ നീ വരുള്ളൂ. എവിടെയായിരുന്നു നീ? പണിയെടുക്കാതെ എന്നെ പറ്റിച്ചു നടക്കാന്ന് നീ കരുതിയോ? ഞാൻ പുറത്ത് ചെടികൾ നനച്ചോണ്ട് നിൽക്കുമായിരുന്നു. മിണ്ടരുത്. എന്തു പറഞ്ഞാലും അതിനൊരു ന്യായം കണ്ടെത്തലാണല്ലോ നിന്റെ സ്വഭാവം. എന്റെ ക്ഷമയ്ക്ക് ഒരു അതിരുണ്ട്, പറഞ്ഞേക്കാം. ആ, എനിക്കൊരു കോഫി വേണം. അയ്യോ മാഡം, ഞാൻ കരുതി. നീ എന്ത് കരുതി, എന്ത് കരുതിയില്ല എന്ന് എനിക്കറിയാൻ താല്പര്യമില്ല. എനിക്ക് കോഫി കിട്ടേണ്ട സമയത്ത് എനിക്ക് കോഫി കിട്ടിയിരിക്കണം. പോയിക്കൊണ്ടുവാ. ശരി മാഡം. ആ, എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും കൊടുക്കണം. ഓരോരുത്തരായി നിന്നെ വിളിച്ച് കോഫി വേണം, ചായ വേണം എന്ന് ചോദിക്കാനുള്ള ഒരു സ്ഥിതി നീ ഉണ്ടാക്കരുത്. എന്നും ഇതുപോലെ ക്ഷമിക്കാൻ പറ്റിയെന്ന് വരില്ല. മനസ്സിലായോ? എന്താടി നിന്റെ വായിൽ നാക്കില്ലേ? ആ, മറുപടി എനിക്ക് കേൾക്കണം. ആംഗ്യം മാത്രം പോരാ എനിക്ക്. ഞാനൊരു കാര്യം പറഞ്ഞാൽ അതിനെനിക്ക് ഉത്തരം കിട്ടിയിരിക്കണം. മനസ്സിലായോ? മനസ്സിലായി മാഡം. എങ്കിൽ എന്റെ മുഖത്ത് മിഴിച്ചു നോക്കി നിൽക്കാതെ പോയി കോഫി എടുത്തോണ്ട് വാ. നീ കാര്യമായിട്ടാണോ പറയുന്നേ? അല്ലാതെ പിന്നെ ഇത് തമാശ പറയാനുള്ള വിഷയമല്ലല്ലോ. സാറിന്റെ അനിയനെ എന്റെ സ്വന്തം അനിയനായി ഞാൻ കാണുന്നോണ്ടാ ഞാൻ ഈ മുന്നറിയിപ്പെല്ലാം പറയുന്നത്. ഞാൻ പറയുന്നതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ ഇവിടെയുള്ളവർക്ക് കൊള്ളാം. എനിക്ക് സാറിനോടല്ലേ എല്ലാം മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റൂ. അമ്മയോടൊന്നും ഇത്ര സ്വാതന്ത്ര്യം എടുത്ത് എനിക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. ഓരോ ദിവസം ചെല്ലുന്തോറും നീ എന്നെ കൂടുതൽ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇവിടെയുള്ളവരെയെല്ലാം നീ എത്രമാത്രം കെയർ ചെയ്യുന്നുണ്ട്. നിന്നെ അമ്മ എന്തുമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്നിട്ടും അവരുടെ മകൻ വഴിതെറ്റിപ്പോവാതിരിക്കാനും ഈ കുടുംബത്തിന്റെ അഭിമാനം നഷ്ടപ്പെടാതിരിക്കാനും നീ ശ്രമിക്കുന്നു. ഐ എം പ്രൗഡ് ഓഫ് യു. യു ആർ ഗ്രേറ്റ്. ഈ അപ്രിസിയേഷനിലും കോംപ്ലിമെന്റ്സിലൊന്നും വലിയ കാര്യമില്ല. ഈ കാര്യത്തില് സാർ എന്ത് നടപടിയാ എടുക്കാൻ പോകുന്നെന്നാ എനിക്കറിയേണ്ടത്. പറയാം. ഇതങ്ങനെ വിട്ടാ പറ്റില്ല. എന്റെ ഐശ്വര്യക്ക് ഈക്വലായിട്ട് ഈ വീട്ടിൽ മരുമകളായിട്ട് ഒരു മന്ത്രിയുടെ മകൾ വരുന്നതിൽ എനിക്ക് വിരോധമില്ല. പക്ഷേ നിനക്ക് ഈക്വലായി ഒരു വേലക്കാരി വരുന്നത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഞാൻ എന്തായാലും ഈ കാര്യം അമ്മയോട് വളരെ സീരിയസ് ആയിട്ടൊന്ന് സംസാരിക്കാം. ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അമ്മയാണല്ലോ. ഞാൻ പറഞ്ഞ അതിന്റെ ഗൗരവത്തോടെ അമ്മ കാണുമെന്നാ എന്റെ വിശ്വാസം. പ്രത്യേകിച്ച് ഇത് മഹിയുടെ ഫ്യൂച്ചറിനെ പറ്റിയുള്ള കാര്യമല്ലേ. അമ്മ വേണ്ടത് ചെയ്യാതിരിക്കില്ല. ഏയ്, ഇവരാരാണെന്നാ നീ ധരിച്ചു വെച്ചിരിക്കുന്നത്? ട്രേയിൽ കൊണ്ടുവന്ന കോഫി അങ്ങനെ തന്നെ വച്ച് നീട്ടുകയാണോ? ട്രേയിലല്ല, ഓരോരുത്തർക്കായി കപ്പ് കയ്യിലെടുത്തു കൊടുക്കണം. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? മര്യാദയ്ക്ക് എല്ലാവർക്കും കോഫി എടുത്തു കൊടുക്കാൻ. അതിഥികൾക്ക് ഇടത് കൈകൊണ്ട് കോഫി എടുത്തു കൊടുക്കുന്നു. അഹങ്കാരം കാണിക്കാണോ നീ? മര്യാദയ്ക്ക് വലത്തെ കൈകൊണ്ട് കൊടുക്കണി. അതിലൊന്നും കാര്യമില്ല. പറഞ്ഞത് കേട്ടില്ലേ?
വേണ്ട, ഞാൻ എടുത്തോളാം. ചിന്നു, ഗസ്റ്റുകളെ കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പണിയെടുപ്പിച്ച് നീ എന്നെ അപമാനിക്കുന്നു. ഇതൊന്നും വച്ചു പൊറപ്പിക്കില്ല ഞാൻ. ആന്റി, കല്യാണി നിങ്ങൾക്കൊരു വേലക്കാരി ആയിരിക്കാം, പക്ഷേ എന്നോടൊപ്പം കോളേജിൽ പഠിക്കുന്ന എന്റെ ക്ലാസ്മേറ്റാണ്.